ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുത്തതാണ് എനിക്ക് കുറച്ച് മാങ്ങ. അപ്പോൾ ഈ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, നാട്ടുമാങ്ങ, മുത്തി കുടിക്കുന്ന മാങ്ങ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ മാങ്ങേനെ കൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ ഒന്നും ഇങ്ങനത്തെ മാമ്പഴ പുളിശ്ശേരി ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുൻപൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ തിരൂർ വന്നിട്ട് തന്നെ ജോലി കിട്ടിയതിന് ശേഷമാണ് അവിടെ ഓഫീസിൽ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടാണ് മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ മധുരമുള്ളൊരു കറി ആയതുകൊണ്ട് എൻ്റെ എല്ലാ റെസിപ്പിയിലും അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണത്തിൻ്റെ അകത്തൊക്കെ പിന്നെ കറിയിലൊക്കെ ഞാനൊരു നുള്ളു പഞ്ചസാരയും കൂടി ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ മധുരമുള്ള കറികളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മാങ്ങ നന്നായി കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പറിച്ച് കളയാം. ഇങ്ങനെ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളു കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി എന്തിനാണെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ വേവുന്ന സമയത്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയും കൂടി ഇടുമ്പോഴാണ് കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ആയാലും എന്തെല്ലാം കഴിഞ്ഞ് തേങ്ങ അരപ്പ് ചേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ മധുരം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ഈ തേങ്ങ ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 പച്ചമുളകും ഒരു 3-4 മണി കുരുമുളകും ഒരു കുറച്ച് ജീരകം, ഒരു നുള്ള ജീരകവും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് അരച്ചിട്ട് അതെന്ത് ചെയ്യുക, ഈ മാങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വേവിക്കുക. അപ്പോൾ എന്നതിന് ശേഷമാണ് നമുക്ക് എന്താ ചെയ്യാന്ന് കുറച്ച് തൈര്, ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ അകത്ത് തൈര് ഒഴിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. അപ്പം അതങ്ങനെ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അതാണ്. പിന്നെ മിൽമേൻ്റെ തൈര് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കധികം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് തിളപ്പിക്കേണ്ട കാര്യമില്ല. തൈര് ഒഴിച്ചാൽ പിന്നെ അതൊന്ന് ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും ചുവന്നമുളകും അതേപോലെ തന്നെ ഒരു 2-3 മണി ഉലുവയൊക്കെ ഇട്ടിട്ട് വറവിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്ന് വെച്ചാൽ എന്നാൽ തന്നെ ഈ മധുരമുള്ളൊരു കറിയും കൂടി ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ പക്ഷേ നമ്മളെ കണ്ണൂരൊക്കെ ഉള്ള എൻ്റെ അമ്മയൊക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതെന്തെങ്കിലും മധുരമുള്ളത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നാട്ടിലൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്